കൊച്ചേ ആ ആ, ഉണ്ടോ ആ ഇവിടെ? കൊച്ചാട്ടനോ? ആ, ആ വാ കൊച്ചാട്ടാ കേറി ഇരിക്കെ. പിന്നെ എന്തോ ഉണ്ട് വിശേഷമൊക്കെ? ഓ ഒന്നുമില്ല കൊച്ചാട്ടാ വിശേഷം. ആ, അവന്റെ ഫോൺ ഒക്കെ ഉണ്ടോ? ആ വിളിക്കുന്നുണ്ട്. ഉണ്ട്. ആ, ഓ, ഞാനേ അവിടെ നമ്മുടെ അപ്പുറത്തെ എന്താ അവന്റെ പേര്, ഓ, രഘുവിന്റെ അവിടെ വരെ പോയതാ. രഘുവിന്റെ മോളെ ഒരു കല്യാണാലോചന, ഒരു ഗൾഫുകാരൻ പയ്യനുണ്ടായിരുന്നു. അപ്പൊ അവിടെ ചെന്നപ്പം പെണ്ണിന് 18 വയസ്സ് ആവുന്നേ ഉള്ളൂ. പക്ഷേ ഇപ്പോഴേ അത് ബുക്കിംഗ് ആയി ഇരിക്കുക. വേറെ ഒരു കൊച്ചനുമായിട്ട് എല്ലാം റെഡിയാക്കി വെച്ചേക്കുവാന്ന്. എന്തോ ചെയ്യാനാ, നാട്ടിലെങ്ങും പെൺപിള്ളേരില്ല. എല്ലാം ഓരോരുത്തരും പറഞ്ഞു വെച്ചേക്കും. ആൺപിള്ളേർ ആവശ്യം പോലെ 10ഉം 40ഉം 45ഉം വയസ്സായി ഇങ്ങനെ നിൽക്കുക. ഗൾഫുകാർ വന്ന് മറിഞ്ഞോണ്ടിരിക്കുക. പെണ്ണില്ല. എന്തോ ചെയ്യാനാ ഇപ്പം? ആ, എന്തോ കൊച്ചാട്ടാ മധുചേട്ടൻ കൊച്ചാട്ടനുമായിട്ട് അടി ഉണ്ടായെന്നൊക്കെ പറയുന്നു. എന്തുവാ കാര്യം? ആരാ? മധുചേട്ടന്. മധുവോ? ആ ആ, അയ്യോ എന്റെ കുഞ്ഞെ, ഒന്നും പറയണ്ട. നമ്മുടെ നാടല്ലയോ. ഞാൻ ചുമ്മാ നമ്മുടെ അവനുണ്ടല്ലോ ജനാർദ്ദന്റെ കടയിൽ നിൽക്കുവായിരുന്നു. അപ്പൊ 2-3 പേര് വന്ന് എന്നോട് ചോദിച്ചു, എവന്റെ മോൻ, ഈ മധുവിന്റെ ഇളയ മോൻ, 2 പിള്ളേരാണ്. അതിലെ ഇളയവനെങ്ങാണ്ട് ഒരു കല്യാണാലോചന. അപ്പൊ എന്നോട് വന്ന് ചോദിച്ചു എങ്ങനുണ്ട്. അപ്പൊ ഞാൻ പറഞ്ഞു, മൂത്ത പയ്യൻ കുഴപ്പമില്ല, നല്ല സ്വഭാവമാണ് എന്ന് പറഞ്ഞു. അല്ല, ഞാനൊന്നും പറഞ്ഞില്ല. മൂത്ത പയ്യൻ നല്ലതാന്ന് പറഞ്ഞു. ഇളയവന്റെ കാര്യമാണ് ചോദിച്ചത്. പിന്നെ ഞാൻ പറഞ്ഞു, നിങ്ങളൊരു കൊച്ചിന്റെ ജീവിതമല്ലയോ, അപ്പൊ നിങ്ങൾ ആലോചിച്ച് ഒക്കെ നല്ലപോലെ ഒന്ന് തിരക്കിയൊക്കെ ഒന്ന് ആലോചിക്കണമെന്ന് മാത്രമേ ഞാൻ പറഞ്ഞുള്ളൂ. അത് ആ പന്നന്മാർ അതേപോലെ പോയി അവിടെ മധുവിനോട് പറഞ്ഞു. ഞാൻ വേറെ ഏതാണ്ട് കുറ്റം പറഞ്ഞു. അവൻ വന്നതിനെ കുറെ ചീത്തയൊക്കെ വിളിച്ചു. അടിച്ചൊന്നുമില്ല. അടിച്ചായിരുന്നെങ്കിൽ അത് അവനെ എന്റെ പഴയ സ്വഭാവത്തിനായിരുന്നെങ്കിൽ അവനെ മേടിച്ചേനെ. അത് പോട്ടെ. പിന്നെ ഞാന് അവന്റെ മോന്റെ കുറ്റമൊന്നും പറഞ്ഞില്ല. പക്ഷെ നാട്ടുകാര് പറയുന്നു മുടിയും വളർത്തി താടിയും വളർത്തി കഞ്ചാവാണ്. ഞാൻ പറഞ്ഞൊന്നുമില്ല. പിന്നെ അങ്ങനെയൊക്കെ പോയത്. കൊച്ചാട്ടൻ എന്തിനാ ഈ ആവശ്യമില്ലാതെ വല്ലവന്റെ കൊതിയും കാണാൻ പറഞ്ഞൊക്കെ നടക്കുന്നത്? എന്തിനാ ഇത്? കൊച്ചാട്ടൻ ഇതിന്റെ വല്ല ആവശ്യമുണ്ടോ? എന്റെ ദൈവമേ, ഞാൻ കുഞ്ഞെ ഇങ്ങനൊന്നും പറയരുത്. ആരാ പറഞ്ഞ ഞാൻ കൊതിയും നുണയും പറയുന്നത്? പിന്നെ കൊച്ചാട്ടനെ ഒരു കാര്യം പറയാം. ഉള്ളതുപോലെ പറയും. ഏത് മോന്റെ മുഖത്ത് നോക്കിയും പറയും. അത് വേറെ കാര്യം. അല്ല, ഞാൻ എന്തോ നുണ പറയാം. ഏതവനാ പറഞ്ഞത്? നാട്ടിൽ മൊത്തം പറയുന്നുണ്ട് കൊച്ചാട്ടൻ നുണയനാന്ന്. എന്റെ ദൈവമേ. ആ ആ ആ അയ്യോ മോനെ, അയ്യോ മോനെ, കുഞ്ഞെ ക്ഷമിക്കണേ. ഞാൻ ഇത്തിരി തിരക്കിലായിപ്പോയി. ഒരു ആസ്ട്രേലിയൻ പയ്യനെ, ഒരു ഉക്രൈൻ പെണ്ണിനെ സെറ്റാക്കുന്നതിന്റെ തിരക്കിലായിരുന്നു. അപ്പൊ ഞാൻ വിളിക്കാം. ഓ, ഉറപ്പ് പെണ്ണൊക്കെ ഉണ്ട്. പെണ്ണൊക്കെ 5-6 എണ്ണം അവിടെ ഇവിടെയൊക്കെ നിപ്പുണ്ട്. ഞാൻ വിളിക്കാം. അടുത്ത ആഴ്ചത്തേക്ക് നമുക്ക് കാണാം. കുഴപ്പമില്ല. ആ, ശരി. എന്തോ ചെയ്യാനാ, അതാണ്ട് ആൺപിള്ളേർ കിടന്ന് വിളിയോട് വിളി. പെൺപിള്ളേരില്ല. എന്തോ ചെയ്യാനാ ഇപ്പം? ഇതാ ഞാൻ പറഞ്ഞത്. കൊച്ചാട്ടന് നല്ല കോളാണല്ലോ. അതെന്തോ കുഞ്ഞേ? കൊച്ചാട്ടന് കല്യാണ ബ്രോക്കർ പണി, പിന്നെ വസ്തു കച്ചവടം, പശുവിന്റെ ബ്രോക്കർ പണി, ഇതെല്ലാം കൂടെ ആവുമ്പോ ഇതെല്ലാം എവിടെ കൊണ്ട് വെക്കുവാ? ജീവിക്കണ്ടായ മോളെ. ഒരുത്തനുണ്ടൊരു മോന്, യാതൊരു കാര്യവുമില്ല. ഒരു ഭൂതനെ കൊണ്ടുവന്ന്, ഒരു മരുമോളൊരു ഭൂതന അവളെ കൊണ്ടുവന്ന് വെച്ചിട്ടുണ്ട്. അവള് പറയുന്നതിന് അപ്പുറം ഇല്ല അവന്. പിന്നെ നമുക്ക് അങ്ങനെ ജീവിച്ചു പോകണ്ടായോ? പിന്നെ ആരാണ്ട് വിളിക്കുന്നത്? ആരാ? ഹലോ ഹലോ. ഞാൻ പറഞ്ഞ പയ്യന്റെ കാര്യം എന്തായി? ആരാ?
ഞാൻ പറഞ്ഞ പയ്യന്റെ കാര്യം എന്തായി? ബ്രോക്കർ അല്ലയോ? പയ്യന്റെ കാര്യം അതേ അത് രണ്ടെണ്ണമുണ്ട്. ഒന്ന് ഒന്ന് ചനയാ, 8 മാസം ചനയാ. അതിന് 70,000 രൂപ കൊടുക്കണം. പിന്നെ ഒന്നിപ്പം വെച്ചിട്ട് ഒരു 10-20 ദിവസം ആയതാ. അത് 10 ലിറ്റർ പാല് കിട്ടും. 85,000 രൂപ പറഞ്ഞവര് കൊടുക്കത്തില്ല. താനെന്ത് തോന്നിയ പറയുന്നത്? ഞാൻ മേഴ്സിയാ. അത് തന്നെയാ പറഞ്ഞേ. ജേഴ്സിയാ. ജേഴ്സി അതുകൊണ്ടാ 85,000 കൊടുക്കണമെന്ന് പറയുന്നത്. ജേഴ്സി പശുവിന് 85,000 രൂപ കൊടുക്കണം. എടോ, എന്റെ ചെറുക്കനൊരു പെണ്ണിനെ കൊണ്ടുവരാന്ന് പറഞ്ഞ് പൈസയും വാങ്ങി പോയിട്ടേ താനിപ്പോ ഫോൺ വിളിച്ച എടുക്കത്തുമില്ല. വിളിച്ചപ്പോ എന്തൊരു തോന്നിയാസോടോ ഇയാളീ പറയുന്നത്? അയ്യോ അതെ, തെറ്റിപ്പോയി. ഞാൻ പശുവിന്റെ കാര്യമാണാ കരുതി. പയ്യെന്ന് പറഞ്ഞപ്പോഴേ. മര്യാദക്ക് എന്റെ പൈസ തിരിച്ചുകൊണ്ട് തന്നില്ലെങ്കിൽ താൻ വിവരം അറിയും കേട്ടോടാ നാറി.